പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സദാനന്ദൻ മാഷുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു പ്രഖ്യാപനമാണ് സഭയിൽ നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, സഭക്ക് പുറത്ത് വെച്ച് രാഹുൽ ഗാന്ധിയുടെ ഊളത്തരത്തിനെതിരെയും നല്ല ഒന്നാന്തരം മറുപടി, ചുട്ട മറുപടി എന്ന് തന്നെ പറയാം. കോൺഗ്രസിനൊരു വരുന്നൊരു 5 വർഷത്തേക്ക് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് പഞ്ചാബില് എഴുന്നേൽക്കാൻ പോലും ആകാത്ത വിധത്തിലുള്ളൊരു 1.5 അടിയും രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് സദാനന്ദൻ മാഷുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പ്രസംഗിച്ചത് എന്നതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു വശത്ത് നമ്മുടെ സദാനന്ദൻ ജി മാസ്റ്ററുടെ രംഗവുമുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യം കാരണം അദ്ദേഹത്തിന്റെ 2 കാലുകളും മുറിച്ചു മാറ്റപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ 2 കാലുകളും മുറിച്ചു മാറ്റപ്പെട്ടു. മുറിച്ചു മാറ്റിയ കാലുകളുമായി അദ്ദേഹം ജീവിതം നയിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ വളരെ ഉയർന്നതാണ്. അദ്ദേഹം ഒരു മോശം വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും അശുദ്ധിയുടെ ഒരു കണിക പോലും ഇല്ല. എനിക്ക് അഭിമാനം തോന്നുന്നു. ഇന്നലെ സഭയിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അനുവാദം വാങ്ങി. മുറിച്ചു മാറ്റിയ കാലിന് പകരം ഉപയോഗിക്കുന്ന അവയവം പ്രദർശിപ്പിച്ചപ്പോൾ ആ രംഗം രാജ്യത്തിന് വേദനാജനകമായിരുന്നു. ഈ രാജ്യത്തും ഇത്തരമൊരു നിരോധനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഇന്ത്യ സഖ്യം ഈ പ്രത്യയശാസ്ത്രത്തിന് പൂർണ്ണമായും ഉത്തരവാദിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ ക്രൂരമായി വെട്ടിമാറ്റിയ കാലിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടുള്ള നമ്മുടെ സദാനന്ദൻ മാഷെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ജനതയോട് വിളിച്ചു പറയാണ്, ഇതാണ് കമ്മ്യൂണിസ്റ്റ് ക്രൂരത, ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത. സദാനന്ദൻ മാഷ് തന്റെ വെപ്പുകാലെടുത്ത് ടേബിളിൽ വെച്ച് ഈ സഭയിൽ നിന്ന് സംസാരിച്ചത് തന്നെ ഈ രാജ്യത്ത് ഒന്നടങ്കം കമ്മ്യൂണിസത്തിനെതിരെയുള്ള ഒരു വലിയ രീതിയിൽ ജനങ്ങൾ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഈ മനുഷ്യന്റെ കാല് വെട്ടിമാറ്റിയത് പോലും കമ്മ്യൂണിസമാണ്, അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് ഇന്ത്യൻ ജനത സംസാരിക്കുക. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതിന് പ്രത്യേകിച്ച് വേണ്ട വിധത്തിലൊന്നും ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും കേരളമൊക്കെ ഇപ്പം മാറി. പ്രമുഖ മാധ്യമങ്ങളൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഓൺലൈൻ മീഡിയാസിലൂടെ, സോഷ്യൽ മീഡിയാസിലൂടെ കേരളത്തിലെ ജനങ്ങൾ സകല യാഥാർത്ഥ്യങ്ങളും നിരന്തരം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ എത്ര അവഗണിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സദാനന്ദൻ മാഷിന്റെ കാല്, ആ വെപ്പുകാലെടുത്ത് ടേബിളിൽ വെച്ചതൊക്കെ കേരളത്തിലെ ജനത ചർച്ച ചെയ്ത് കഴിഞ്ഞു. കമ്മ്യൂണിസത്തിന്റെ ക്രൂരതയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു കേരളത്തിലെ സകല ആളുകളും. എന്തുകൊണ്ട് ലോകം മൊത്തം ഈ കമ്മ്യൂണിസം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു? അതിന്റെയൊക്കെ കാരണം ഈ ക്രൂരതകൾ ഉൾപ്പെടെയാണ് എന്നുള്ളത് ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി അതെടുത്ത് കൃത്യമായിട്ട് എടുത്തു പറയുന്നു കമ്മ്യൂണിസ ഭീകരതയെ കുറിച്ച്. കമ്മ്യൂണിസത്തിന്റെ, അതായത് ഇത് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് സദാനന്ദൻ മാഷിന്റെ കാല് ഇല്ലാതാക്കിയത് എന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യൻ ജനതയോട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് രാജ്യത്തെ ജനത ഒന്നടങ്കം രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ കേട്ടോണ്ടിരിക്കുക. കമ്മ്യൂണിസത്തിന്റെ, പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു സ്നേഹത്തിന്റെ കടയല്ല, അത് വെറുപ്പിന്റെ മാത്രം കടയാണ്. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നൊരു കടയാണ് ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് നരേന്ദ്രമോദി കൃത്യമായിട്ട് സദാനന്ദൻ മാഷിന്റെ വിഷയം ഉൾപ്പെടെ എടുത്തുയർത്തി ഇന്ത്യൻ ജനതയോട് വിളിച്ചു പറയാ. ഇതൊക്കെ എത്ര പ്രാധാന്യത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. ഇത് മാത്രമല്ല, സഭയ്ക്ക് പുറത്ത് നടന്നിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി വള്ളി പിടിച്ചത് നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താ. നമ്മുടെ ഈ കേന്ദ്ര സഹമന്ത്രി, മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ബിട്ടു നടന്നു പോകുമ്പോ വള്ളി വെച്ച് പിടിക്കാന്, തോട്ടി വെച്ച് വള്ളി പിടിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി വിളിച്ച് രാജ്യദ്രോഹി എന്നാ വിളിച്ചത്. അതിന് ഒന്നാന്തരം മറുപടി ബിട്ടു തന്നെ കൊടുത്തതാണ്. സിഖ് കലാപത്തെ ഓർമ്മിപ്പിച്ചോ, സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുക്കില്ല എന്നത് ഉൾപ്പെടെ പറഞ്ഞു. രാജ്യം ഒന്നടങ്കം ചർച്ചയായി. പ്രത്യേകിച്ച് സിഖുകാർക്കിടയിൽ പഞ്ചാബിൽ വലിയ ചർച്ചയാണ് ഇതേ വിഷയം. നമ്മുടെ പ്രധാനമന്ത്രി സഭയിലും പ്രസംഗിച്ചിരിക്കുന്നു. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം എന്താണ് സഭയിൽ വിളിച്ചു പറഞ്ഞത് എന്ന്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നലെ നടന്ന ഒരു സംഭവം
ഈ സഭയിൽ നിന്നുള്ള ഒരു ബഹുമാന്യനായ കോൺഗ്രസ് MP, കൗശലക്കാരനായ ഒരു രാജകുമാരൻ അദ്ദേഹത്തെ വിളിച്ചു രാജ്യദ്രോഹി എന്ന്. അദ്ദേഹത്തിന്റെ അഹങ്കാരം അത്രയും ഉയരത്തിലെത്തി. നിരവധി ആളുകൾ കോൺഗ്രസ് വിട്ടുപോയി. കോൺഗ്രസ് പിളർന്നു. പലരും മറ്റു പാർട്ടികളിൽ ചേർന്നു. പക്ഷെ അദ്ദേഹം മറ്റാരെയും രാജ്യദ്രോഹി എന്ന് വിളിച്ചില്ല. എന്നാൽ ഇന്നലെ അദ്ദേഹം MP-യെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. കാരണം അദ്ദേഹം ഒരു സിക്കുകാരനായിരുന്നു. ഇത് സിക്കുകാർക്ക് അപമാനമായിരുന്നു. ഇത് ഗുരുക്കന്മാർക്ക് അപമാനമായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സിക്കുകാരോട് ആയത്തിൽ വേരൂന്നിയ വെറുപ്പിന്റെ പ്രകടനമായിരുന്നു അത്. അദ്ദേഹത്തിന് ഒരു ചെറിയ വേദന പോലും അനുഭവപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചത് ഈ പാർലമെന്റിലെ ഒരു MP-യുടെ അന്തസ്സിന് യോജിച്ചതല്ലെന്ന് ഇന്ന് എഴുന്നേറ്റ് പറയാമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ ഖേദമുണ്ട്, അദ്ദേഹത്തിന് ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു. പക്ഷേ സിക്കുകാരോട് അദ്ദേഹം പുലർത്തുന്ന വെറുപ്പാണ് ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം തന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ മാറ്റി അങ്ങനെ അദ്ദേഹം ഒരു രാജ്യദ്രോഹിയായി. രാജ്യദ്രോഹി എന്നത് ഒരു ചെറിയ വാക്കല്ല. എന്റെ നാട്ടുകാരനെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് രാജ്യം എങ്ങനെ സഹിക്കും? അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇത് നരേന്ദ്രമോദി ഈ രാഹുൽ ഗാന്ധിക്ക് സഭക്ക് പുറത്ത് വെച്ച് നടന്നിട്ടുള്ള ആ ബിട്ടുവിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചതിനെ എത്ര ഭംഗിയായിട്ടാണ് പൊളിറ്റിക്കലി ആ വിഷയത്തെ നരേന്ദ്രമോദി ഇംപ്ലിമെന്റ് ചെയ്തത്. രാജ്യത്തെ ജനത ഒന്നടങ്കം ഇത് കേൾക്കല്ലേ? ഇതാണ് നമ്മൾ പറയാറുള്ളത്. ഈ രാഹുൽ ഗാന്ധിക്കൊന്നും ഈ ജന്മത്ത് നരേന്ദ്രമോദിക്ക് മുന്നിൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കില്ല. പിന്നീടല്ലേ രാഷ്ട്രീയ ചർച്ചയും ബാക്കി ഒന്ന് നേരിട്ടൊന്ന് മുട്ടാൻ പോലുമുള്ളൊരു യോഗ്യതയും ഈ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷവും ഇന്ന് വരെ മനസ്സിലാക്കില്ല. എന്താണ് നരേന്ദ്രമോദി സംവിധാനം, എന്താണ് അമിത്ഷാ നരേന്ദ്രമോദി ഈ സംവിധാനത്തിന്റെ ശക്തി എന്നുള്ളത്. അതിനനുസരിച്ചുള്ള ഒരു മറുപടി ചരിത്രത്തിൽ ഇന്ന് കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടു രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്കലി ഒരു സീരിയസ് ആയിട്ട് ഒരു വിഷയം എടുത്തിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു മറുപടി നമ്മൾ ഇതുവരെ കണ്ടില്ല. ഇത്രയും ശക്തരായിട്ടുള്ള ഭരണപക്ഷത്തിനെതിരെ കഴിഞ്ഞ ദിവസം പോലും പപ്പുത്തരത്തെ അങ്ങ് കീറി മുറിച്ചില്ലേ? എത്ര ഭംഗിയായിട്ടാണ് ആ യാഥാർത്ഥ്യം ഈ നരേന്ദ്രമോദി വിളിച്ചു പറയുന്നത്. ഈ രാഹുൽ ഗാന്ധി മറ്റാരെയും രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നില്ല. വിളിച്ചിട്ടുള്ളത് സിക്കുകാരനെയാണ്, സർദാറിനെയാണ്. അത് സിക്കുകാരോടുള്ള വലിയ പ്രശ്നം തന്നെയാണ്. സിക്ക് വിരോധമാണ്. രാഹുൽ ഗാന്ധിയുടെ സിക്ക് വിരോധമാണ്. സിക്കുകാരനായിട്ടുള്ള ബിട്ടുവിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചത് എത്ര സുന്ദരമായിട്ടാണ് നരേന്ദ്രമോദി ആ വിഷയത്തെ രാജ്യത്തെ ജനതയോട് വിളിച്ചു പറയുന്നത്. ഇത് സിഖ് സമൂഹത്തിൽ സിഖ് മതവുമായി ബന്ധപ്പെട്ട് പഞ്ചാബില് ഇതൊരു വലിയ വൈകാരിക വിഷയമായിട്ട് മാറിയില്ലേ? ഈ രാഹുൽ ഗാന്ധിയുടെ അപ്പനായിട്ടുള്ള രാജീവ് ഗാന്ധി എന്തായിരുന്നു രാജ്യത്ത് പ്രസംഗിച്ചത്? കൂട്ടക്കൊല കോൺഗ്രസ്സുകാര് സിക്കുകാരെ 3000-ഓളം സിക്കുകാരെയാണ് കോൺഗ്രസ്സുകാർ കൂട്ടക്കൊല നടത്തി കലാപത്തിൽ കൊലപ്പെടുത്തി. ആ കലാപത്തെ ന്യായീകരിച്ച് രാജീവ് ഗാന്ധി വിളിച്ചു പറഞ്ഞത് എന്താ? വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി പ്രകമ്പനം കൊള്ളുമെന്ന്. ഇന്ദിരാഗാന്ധിയുടെ കൊലയുമായി ബന്ധപ്പെട്ട് കൂട്ടക്കൊല നടത്തിയതിനെയാണ് ഇത്തരത്തിൽ പ്രസംഗിച്ചത്. ആ അപ്പന്റെ മകൻ രാഹുൽ ഗാന്ധിക്ക് അതേ ശൈലിയാണ്. സിക്കുകാരോട് വിരോധമാണ്, സിഖ് വിരോധിയാണ് രാഹുൽ ഗാന്ധി എന്ന് രാഹുൽ ഗാന്ധി കൊടുത്ത വടിയെടുത്തിട്ട് മണ്ടക്കടിച്ചുകൊണ്ട് രാജ്യത്തെ ജനതയോട് നരേന്ദ്രമോദി ആ യാഥാർത്ഥ്യം അങ്ങ് വിളിച്ചു പറഞ്ഞു. ഇതാ പറയുന്നത്, രാഹുൽ ഗാന്ധിക്കൊന്നും മോദിയുടെ മുന്നിൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലുമുള്ള ത്രാണിയില്ല. പിന്നെയല്ലേ രാജ്യത്തെ അധികാരത്തിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയെയും കൊണ്ടാണ് പ്രതിപക്ഷം അധികാരം പിടിക്കാനൊക്കെ പോകുന്നത് എങ്കിൽ ഒരിക്കലും രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ.